ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു കുക്കിങ്ങിലാട്ടോ. കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് നമ്മുടെ തൊട്ട വീട്ടിലത്തെ ദീദിക്ക് വയ്യാന്നൊക്കെ കേട്ടത്. അവർ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കും കൂടിയുള്ള ഭക്ഷണം എന്തായാലും ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴും അങ്ങനെ വീഡിയോസ് ഇങ്ങനെ എന്താ പറയുക, എൻ്റെ വോയിസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് അങ്ങനെ എടുക്കാറൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു എന്താ പറയുക വോയിസൊക്കെ ആ ഒരു ഓൺ ടൈമിൽ കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ആക്കാനേ. അപ്പോൾ ഞാൻ ഒന്ന് പനീർ കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് അതുപോലെ ചെറിയ ചെറിയ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് എന്താ പറയുക ഈ ചോപ്പറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ കുറേ സമയം വേസ്റ്റ് ആക്കേണ്ട വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു ചോപ്പർ എടുത്തത്. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് അടിച്ചിട്ട് വരട്ടെ. ഇത് ഞാനിപ്പോൾ എന്താ പറയുക നിങ്ങളുടെ മുന്നിൽ വെച്ച് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ സൗണ്ട് ആവില്ലേ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് അടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പനീർ കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഓയിലോ എന്ത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകെണ്ണയിലൊക്കെ ആയിട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. നമ്മളങ്ങനെ കടുകെണ്ണയിൽ ഉണ്ടാക്കി ശീലിക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് പറ്റില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഇതുപോലെ വലിയൊരു കുപ്പി മേടിക്കാൻ കിട്ടും കേട്ടോ. 5 ലിറ്ററിൻ്റെ ആട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് ചെറിയ ജീരകം കൊടുത്താലോ. എണ്ണ ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാൻ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊന്ന് പനീർ കറി വെക്കണമെന്ന് വിചാരിച്ചല്ല കേട്ടോ. പനീർ മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ സമയം ഇപ്പോൾ 7 മണിയെ കഴിഞ്ഞു കേട്ടോ. അവരുടെ കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്കൂളൊക്കെ ഇവിടെ തുറന്നു MP-യിൽ. പക്ഷേ കുറേ സ്കൂളൊന്നും തുറന്നിട്ടില്ല. എൻ്റെ മോൻ്റെ സ്കൂളൊന്നും ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അവരുടെ കുട്ടികളെന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയില്ലേ. അപ്പോൾ പിള്ളേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും രാത്രി പെട്ടെന്ന് ഭക്ഷണം കൊടുത്താലേ അവർ പെട്ടെന്ന് കിടന്ന് ഉറങ്ങുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയും 7 മണിയൊക്കെ ആവുകയും ചെയ്തു. എൻ്റെ പ്ലാനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക ഉച്ചയ്ക്ക് നമ്മൾ ചോറ് രസം അങ്ങനെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഭക്ഷണമൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് അതുപോലെ ബീൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ പോലെ സിമ്പിളായിരുന്നു. അപ്പോൾ ഇപ്പോഴും കൂടെ ഞാൻ ഇത്തിരി ഉപ്മാവും കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരിപാടിയും കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ന്യൂസ് കേൾക്കുന്നത് അവർക്ക് വയ്യ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവർക്കും കൂടിയുള്ള ഭക്ഷണം പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വന്നതാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഉള്ളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വതക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വതക്കി വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ജീരകം പൊട്ടുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് വരുവേ. ജീരകമൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ പൊടിപൊടിയായിട്ടാണ് ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ എന്താ പറയുക പൊടിപൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. നമ്മൾ അരിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരിക്കില്ലേ. ഇതങ്ങനെയൊന്നുമല്ല, നല്ലപോലെ എന്താ പറയുക വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവും കേട്ടോ. അപ്പോൾ ജീരകം പൊട്ടി കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇതൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അങ്ങനെ വിട്ടാൽ മതി. തന്നെ ഇത് നായിക്കോളും. ഒന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മാത്രം മതി. അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇത് ഒരുപാട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് എണ്ണയിലിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഇളക്കിയപ്പോൾ തന്നെ ഉള്ളി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആകേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി. ഇനി ഇതെടുത്തിട്ട് നമുക്ക് ഒന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ. അവർക്ക് പനീർ കറി മാത്രം കൊടുത്താൽ പോലെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്നൊന്ന് ഞാൻ കുഴച്ചെടുത്തിട്ട് വരാവേ. ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കറിയൊക്കെ ആയതിനു ശേഷം പതുക്കെ ഞാൻ ഉണ്ടാക്കില്ലേ. അപ്പോൾ ഞാൻ
ഇത് ഉള്ളി ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പൊടിയൊക്കെ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേസ്റ്റ് ആക്കിയിട്ട് വന്നതിന് ശേഷം കേട്ടോ. അപ്പോൾ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് നമുക്ക് പനീറൊക്കെ ഒന്ന് എന്താ പറയുക വേവിച്ചെടുക്കും, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും കൂടെ വേണേ. അപ്പോൾ താ ഞാനിവിടെ ഒരു തക്കാളി, ചെറിയൊരു മീഡിയം സൈസ് തക്കാളി ആയിരുന്നു കേട്ടോ, ഒരുപാട് വലിപ്പമൊന്നുമില്ല. അതാ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടിട്ടുണ്ട്. ഇത് പച്ചയ്ക്ക് നമുക്ക് ഈ ഒരു ഉള്ളീൻ്റെ കൂടെ നമുക്ക് ഇട്ടിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ. മിക്സിയിൽ ചെറിയ ജാറാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കി, ജസ്റ്റ് അല്ല മീൻസ് നന്നായിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കില്ലേ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഞാൻ വെള്ളവും ചേർക്കും കേട്ടോ. അപ്പോഴല്ലേ നന്നായിട്ട് പേസ്റ്റ് ആയി കിട്ടുള്ളൂ. നന്നായിട്ട് എന്താ പറയുക അരഞ്ഞ് കിട്ടുമ്പോൾ നല്ല എന്താ പറയുക തിക്കായിട്ട് കിട്ടും കറി. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് ഇത് ജാറിക്ക് മാറ്റുകയാണേ. ഉള്ളി പെട്ടെന്ന് ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഏട്ടനും മോനൊന്നും വന്നിട്ടില്ല കേട്ടോ. അവർ എന്താ പറയുക പനീർ മേടിക്കാൻ പോയതാണ്. എൻ്റെ കറിയൊക്കെ എന്താ പറയുക ആവാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു, പക്ഷെ ഇനി അവരെത്തിയിട്ടില്ല കേട്ടോ. ഉള്ളിയും തക്കാളിയും കൂടെ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പും കൂടെ ഇതുപോലെ അരയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിൽ തന്നെ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ പൊടികളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂണ് മീറ്റ് മസാല, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അങ്ങനെ കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത്രയും മസാല മതിയാകുവേ. പിന്നെ അത് മാത്രമല്ല ഞാൻ കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബട്ടർ ആദ്യം ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ട ഗ്രാമ്പൂ ഒക്കെ കുറച്ച് ഇട്ട് കൊടുക്കണേ. പട്ട ഗ്രാമ്പൂ, അതുപോലെ ഇത് തേജ് പത്ത എന്ന് പറയും കേട്ടോ. ഇവിടെ ഹിന്ദിക്കാർക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇലയാണ് തേജ് പത്ത എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഇലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പട്ട ഗ്രാമ്പൂ അതുപോലെ ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ബട്ടർ ഇട്ടിട്ടില്ല, ഞാൻ ബട്ടർ ഇടട്ടെ. ഈ ഒരു മസാല ഈ ബട്ടറിൽ വഴറ്റുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി എന്താ പറയുക ഒരു കയ്പ്പ് ടേസ്റ്റ് ഒക്കെ വരുവേ. അപ്പോൾ ഇതുപോലെ ബട്ടറിൽ ചെയ്യുവാണെങ്കിൽ എന്ന് വെച്ചാൽ ബട്ടറിൽ ഈ മസാല വതക്കി, ഈ ഒരു മസാലയൊക്കെ ബട്ടറിൽ വതക്കി എടുക്കുവാണെങ്കിൽ ഇല്ലേ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക്. അതാ ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഇതാ ഒരു 3 ഗ്രാമ്പൂ, അതുപോലെ ഒരു ഏലക്കായ, അതുപോലെ ഒരു ചെറിയ പീസ് എന്താ പറയുക പട്ട മതിയാവും കേട്ടോ. പിന്നെ ഈ ഒരു ഇല, ഇത് ഒരെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതാ ഞാൻ എന്താ പറയുക ആ ഉള്ളി അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിതാ പേസ്റ്റ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്താ പറയുക നേരത്തെ ചേർത്തുകൊണ്ട് ഞാൻ ചേർക്കണ്ടെന്ന് വിചാരിച്ചാണ്. എന്നാലും ചേർത്ത് കഴിഞ്ഞാൽ നല്ല കേട്ടോ, ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ പട്ട ഗ്രാമ്പൂ അതും, പിന്നെ ഈ ഒരു തേജ് പത്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആട്ടോ. എനിക്ക് ഈ ഒരു കറിയും ചപ്പാത്തിയും നല്ല ഇഷ്ടമാണ്. മോനാണെങ്കിലും നല്ല ഇഷ്ടമാണ് ഈ ഒരു കറിയും ചപ്പാത്തിയും കൂടെ കഴിക്കാൻ. പിന്നെ അത് മാത്രമല്ല ഇതിനകത്തോട്ടില്ലേ നമ്മൾ ഈ ഒരു തക്കാളി ഉള്ളി പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്തോട്ട് കുറച്ച് പനീറും അതുപോലെ എന്താ പറയുക വെള്ളത്തിൽ കുതിർത്തിയിട്ടുള്ള കുറച്ച് കാഷ്നട്ടും കൂടെ അരച്ച് ചേർത്തിട്ട് ഇടുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് എന്താ പറയുക കൊഴുത്ത കറി കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഈ പൊടികൾ ഇട്ട് കൊടുക്കാവേ. പൊടികൾ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം നമുക്ക് ഈ ഒരു മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും ഈ ഒരു അടുപ്പിൽ കിടന്നിട്ട് ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ട് തിള വരുന്ന സമയത്താട്ടോ ഇതിനകത്ത് കുറച്ച് എന്താ പറയുക നമുക്ക് ജാറിൽ നമ്മൾ അരച്ചിട്ട് വന്നല്ലോ, അപ്പോൾ ആ ഒരു വെള്ളവും കുറച്ച് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണേ. നമുക്ക് ഇനിയും എന്താ പറയുക പനീർ വരാത്തത് കൊണ്ട് നമുക്ക് പനീർ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എന്താ പറയുക കുറച്ച് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് വതക്കിയെടുക്കാമെന്നാണ് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവർ ഇനിയും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കറി അത്യാവശ്യം സെറ്റായി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗ്രേവിയും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞ് ഇതിനകത്തോട്ട് ഇനി ഫ്രൈ ചെയ്ത പനീർ മാത്രം, ഫ്രൈ ചെയ്യാതെ വേണമെങ്കിലും ഇടാം. കാരണം ഇവിടെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ എല്ലാ കറികൾക്കും അങ്ങനെ ഫ്രൈ ചെയ്തൊന്നും ഇടാറില്ല. ചിലപ്പോൾ അങ്ങനെ എന്താ പറയുക കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇടാറുമുണ്ട് കേട്ടോ പനീർ. അപ്പോൾ ഇതാ നമ്മുടെ മസാല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് സെറ്റായിക്കോളൂ, ബട്ടറിലല്ലേ കടന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ പറയുക ഇത് നന്നായി വഴഞ്ഞ് വന്നുകൂടും. മസാല നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചാറ് തന്നെയാണ് ഈ വെള്ളം എടുത്തത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വരും. കാരണം നമുക്ക് മാത്രം പോരല്ലോ, അപ്പോൾ അവർക്കും കൂടെ വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഇനിയും കുറച്ച് വെള്ളം ചേർക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പനീറും കൂടെ ഞാൻ ബട്ടറിലിട്ടിട്ട് ഒന്ന് വതക്കിയെടുക്കുന്നുണ്ട്. ലൈറ്റ് നല്ലപോലെ കുറവാണ്. ഇവിടുത്തെ ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു ബൾബാണ് ഇട്ടത്. അപ്പോൾ അതിനകത്ത് കാര്യമായിട്ട് വെളിച്ചമൊന്നും വരുന്നില്ല കേട്ടോ. ഭയങ്കര, അല്ലെങ്കിൽ റൂം ചെറിയ റൂമായത് കാരണം നല്ല ഇരുട്ടായിട്ടാണ് തോന്നുക. വെളിച്ചവും കൂടി ഇല്ലാതായി കഴിയുമ്പം എന്താ പറയുക ഒരുമാതിരി ഇരുണ്ട വീഡിയോ ആയി പോയിട്ടുണ്ട് കേട്ടോ. ചെറുതായി ചൂടായി വരുമ്പം ഈ ഒരു കറിക്കകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി റെഡിയാവുക. കറി എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി ഇവിടെ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവർ വന്നിട്ടുണ്ടായിരുന്നേ വീട്ടിലേക്ക്. കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാട്ടോ അവർ വന്നത്. അവർ വന്നിട്ട് പറഞ്ഞു അവർക്ക് ഒന്ന് ഡ്രസ്സ് അലക്കി തരാമോ എന്ന് പറഞ്ഞിട്ട് വന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇതാ വാഷിംഗ് മെഷീൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അവർക്ക് വേറെ ആരോ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക ഒരുമാതിരി ശശിയായ പോലെ. കാരണം ഞാനിവിടെ കഷ്ടപ്പെട്ട് ഇവിടെ കറിയൊക്കെ എൻ്റെ കറി ആവാറായിട്ടോ. ഇനി ഒരു പനീരെടുത്തിട്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ഇവിടെ സെറ്റ് ആവുകയെ. കാരണം അവർ വന്ന് പറയുന്ന അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കിട്ടി എന്ന് വെച്ചാൽ വേറെ ആരോ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ എൻ്റെ കറി അത്രയും ഇവിടെ എൻ്റെ മെഷീൻ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ എന്തായാലും വരുവേ. അപ്പോൾ ഇതാ പനീറൊക്കെ ഇവിടെ സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഞാനിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉപ്മാവൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാട്ടോ. പക്ഷേ ഇത്രയും വലിയൊരു പണി എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മിണ്ടാതെ ഇരുന്ന ഞാനായിരുന്നു. കുഴപ്പമില്ല, അവർക്ക് എന്തായാലും ഭക്ഷണം ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തല്ലോ, എനിക്ക് അത് തന്നെ സന്തോഷം. അപ്പോൾ ഇതാ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ ഇതാ സിങ്കിൽ നിറയെ പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം. ഇനിയിപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ പാളിപ്പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ മാത്രമല്ല നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണേ. അപ്പോൾ വീണ്ടും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ്.